ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റീംഡ് റവ കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് റവ ഒന്നും ആവശ്യമില്ല, സാധാ നോർമൽ റവ മതി കേട്ടോ. അതൊരു 1.5 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ റവ യൂസ് ചെയ്യാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോഴിമുട്ട അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള വാനില എസൻസ്, അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ കൂടുതൽ കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ അഡീഷണൽ കൂടുതൽ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സോൾട്ടും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആവശ്യത്തിനുള്ള സോൾട്ടും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതിന് മുൻപായിട്ട് ഈ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാവ് ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവസാനം ഈ ഒരു കേക്ക് റിമൂവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഈ ഒരു പാത്രത്തിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഭാഗത്തും ഈ ഒരു ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒഴിക്കരുത്, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. റവ ആയതുകൊണ്ട് ഈ ഒരു ബാറ്റർ പെട്ടെന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാല് കൂടുതൽ അഡീഷണൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഇനി ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. റൈസിൻസും അതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 10 to 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് കുക്കായി നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ത്രൂ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.